ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ മീനെ മത്തിയും കിളിമീനുമാണേ. ഇനി അത് ഞാൻ നന്നാക്കാൻ പോവാണ്. ഇതായി നന്നാക്കാനുള്ള ഉപ്പ്, കത്തി. ഇട്ടാലും എല്ലാം കൂടെ അങ്ങോട്ട് ഇടാം. എല്ലാം കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത്. കിളിമീൻ ഇങ്ങോട്ട് പറക്കിയിടാം. അതാ കിളിമീൻ. നമുക്ക് കിളിമീൻ ആദ്യം നന്നാക്കാവേ. കിളിമീൻ ആദ്യം ഉണ്ടാക്കാം. മത്തിയാണ് ഇത്. ചാള. ഇത് ഫ്രഷ് മത്തിയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ചെകിള നോക്കിയാൽ അറിയാം ചുവന്നിരിക്കുന്നത്. അതിൻ്റെ ഫ്രഷാണ്. ഇന്ന് പിടിച്ച മീനാണ്. വേഗം വേഗം അതുണ്ടാക്കി വയ്ക്കാം. ഇത് കണ്ടോ, ഇത് കിളിമീൻ ഫ്രഷ് മീനാണ്. ഇത് കണ്ടോ, ഇത് നോക്കിയാൽ അറിയാം ചെകിള നന്നായിട്ട് ചുവന്നിരിക്കും. അതാണ് ഫ്രഷ് ആണെന്ന് പറയും. ഇന്ന് പിടിച്ച മീനാണ്. അത് 2 ദിവസമായെങ്കിൽ വേറെ കളറായി വരും, കറുപ്പ് കളർ. ഇതുകൊണ്ട് ഫ്രഷ് മീനാകുമ്പോൾ ചുവന്നിരിക്കും. മത്തിയെല്ലാം ഞാൻ വെട്ടി കഴുകി എടുത്തേ. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ട് നമുക്ക് തിരുമ്മിയെടുക്കാം. ഉപ്പ് കിളിമീനെ കഴുകി എല്ലാം തേച്ചെടുത്ത് നല്ല വെള്ളത്തിലിട്ട് ഇങ്ങനെ നന്നായിട്ട് അരച്ച് കഴുകിയെടുക്കണം. ഇത് കണ്ടോ, ഇത് ഇതുപോലെ നന്നായിട്ട് ഉരച്ച് കഴുകി കല്ലയിട്ട് തേച്ചതാണല്ലോ. അപ്പം നന്നായിട്ട് ഇതിൻ്റെ ഇതെല്ലാം പോയിട്ടുണ്ട്. രണ്ട് കിളിമീനും മത്തി ഇത് കണ്ടോ നന്നായിട്ട് തേച്ച് കഴുകിയെടുത്ത്. ക്ലീൻ ചെയ്തെടുത്ത മത്തി നമുക്ക് കറി വെക്കാമെന്ന്. അതിനതേ ക്ലീൻ ചെയ്ത് ഇവിടെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, തക്കാളി. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ചതച്ചെടുക്കണം. അടുത്ത് ചതച്ചെടുക്കുവാണേ. ഇതേ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക.
എണ്ണ തിളയ്ക്കുന്നുണ്ട്, ഇച്ചിരി ഉലുവ ഇടുവാണ്. നമുക്ക് പൊടികളെല്ലാം കൂടെ ഒന്നിച്ച് കറി എടുക്കാവേ. മഞ്ഞൾ പൊടി ഇട്ടു, ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, കടുക് ഇടാം, കടുക്, കരിയാപ്പില ഇടുവാണ്. ഇതേ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇടാം. പൊടികളെല്ലാം കൂടെ ഇനി മിക്സ് ചെയ്ത് വെക്കാതെ, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കിളിമീനുണ്ടല്ലോ, അത് ഞാൻ നന്നാക്കി എടുത്തില്ലായിരുന്നു. അത് മുളക്, മഞ്ഞളും ഉപ്പും എല്ലാം പരത്തി വെച്ചേക്കുവാണേ വറക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി പച്ചമുളകും ഇനി തക്കാളിയും കൂടി ഇടാം. ഇതെല്ലാം വഴന്നിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. പൊടിയെല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പുളിയാണേ, കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. ഉപ്പിട്ടാവേ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതെല്ലാം എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്, അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കും. നമുക്കിതേ മുളകെല്ലാം പറ്റി വെച്ചിരിക്കുന്ന കിളിമീനില്ലേ, അത് വറക്കാനിടാവേ. മീൻകറി ഉണ്ടല്ലോ, നന്നായിട്ട് തിളച്ചോണ്ടിരിക്കുവാണ്, വെന്തോണ്ടിരിക്കുക മീൻകറി. പിന്നെ മീൻ വറക്കാൻ വെച്ചേക്കുന്നത് വറുത്തോണ്ടിരിക്കുന്നു, വെന്തോണ്ടിരിക്കുന്നു. പിന്നെ അതുകൊണ്ടല്ലേ ഇച്ചിരി ചിക്കനോടെ ഞങ്ങൾ വറക്കാമെന്ന് വിചാരിച്ചേ. ചിക്കനെല്ലാം ഭക്ഷണങ്ങളായിട്ട് കണ്ടിച്ച് വെച്ചത്. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടേ. ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇട്ടേക്കാം. കറികളെല്ലാം വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, മീൻകറി നന്നായിട്ട് വെന്തു. കിളിമീൻ വറുത്തത്, ചിക്കൻ ഫ്രൈ. എന്നാൽ എല്ലാം ഭക്ഷണം എല്ലാം റെഡിയാണ് ലഞ്ചിന്. എല്ലാം കൂടെ ഊണുമേശയിലേക്ക് കൊണ്ടുവയ്ക്കാം. അത് മീൻകറി, ഇത് മീൻ വറുത്തത്, ചിക്കൻ ഫ്രൈ, പിന്നെ ഇത് തോരൻ കറി, ചീരത്തോരൻ. ഇതാണ് ഇന്ന് ഞങ്ങളുടെ ലഞ്ച് ഇന്നത്തെ.